അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എന്താ നമുക്ക് വന്നൊരു വോയിസ് മെസ്സേജിനെ പറ്റി പറയാം. കാരണം നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. അതായത് പാമ്പിനെ കണ്ടിട്ട് പേടിയായിരുന്നു, വീട്ടിനകത്ത് പാമ്പിനെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാമ്പിനെ വീട്ടിനകത്ത് കണ്ടതിന് ശേഷം പിന്നെയും പാമ്പിനെ കാണൂ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു മിനിറ്റോളം നീണ്ട ഒരു ഓഡിയോ നമുക്ക് വാട്സപ്പിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? പാമ്പ് സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ വന്നാൽ നമുക്ക് പേടിയുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, അത് വളരെ റിയാലിറ്റിയാണ്. പക്ഷെ വീണ്ടും അതേ പേടി നമുക്ക് ഇങ്ങനെ ആവർത്തിച്ചു വരും. അതായത് ഇനിയും പാമ്പ് വരുമോ എന്നുള്ള ആ ഒരു പേടി എന്ന് പറയുമ്പോൾ അതൊരു OCD കണ്ടന്റിലേക്ക് പോയി. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലെ ഇൻട്രൂസീവ് ആയിട്ട് ആ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഈ വോയിസ് മെസ്സേജിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതൊരു OCD കണ്ടന്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് പാമ്പ് ഇറ്റ്സ് ഓക്കെ, അത് വന്ന് പോയി, പക്ഷെ വീണ്ടും എനിക്ക് ആ ഒരു പേടി. ഓക്കെ, ഫോബിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ, ഇവിടെ അതല്ലല്ലോ, പാമ്പിനെ പേടി എന്നല്ലല്ലോ പറഞ്ഞത്. പാമ്പ് എന്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്ന് ഓക്കെ, പിന്നെ ഇനി പാമ്പ് വരുമോ എന്നുള്ള പേടിയാണല്ലോ. ഫോബിയ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടല്ല. അതായത് പാമ്പ് വരാതിരിക്കാം, പക്ഷെ നമ്മളിപ്പോ പറയില്ല, നമുക്കിപ്പോ ഒരു അപകടം വരുമോ എന്ന് ചിന്തിക്കുന്നത് റേഷണൽ ആണോ അല്ലെങ്കിൽ അടിസ്ഥാനമുള്ള ഒരു തോട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫോബിയ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വസ്തുവിനെ പേടി, പാമ്പിനെ പേടി, ഡോഗിനെ പേടി, സ്പൈഡറിനെ പേടി. ചില കുട്ടികൾക്കൊക്കെ ചിലന്തിനെ കാണുമ്പോ ക്ലിയർ അല്ലായിരുന്നു. അതായത് വീട്ടില് പാമ്പ് വന്നിട്ടാണോ പാമ്പിനെ പേടിയെന്നാണ് കാഷ്വൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അതൊരു സ്പെസിഫിക് പേടിയാണെങ്കിൽ നമുക്ക് അത് ഫോബിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ റിക്കറന്റ് ആയിട്ട് വരുമോ, അതായത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതിനുശേഷം വീണ്ടും വരുമോ എന്നുള്ളതാണെങ്കിൽ നമുക്കൊരു OCD പോലെ കൺസിഡർ ചെയ്യാം. പാമ്പിനെ പേടി എന്നുള്ളതാണെങ്കിൽ നമ്മളൊരു ഫോബിയ പോലെ കൺസിഡർ ചെയ്യാം. ഇനി എല്ലാത്തിനും പേടിയാണെങ്കിൽ നമ്മൾ പറയും ജനറൽ ആയിട്ടുള്ള ഫോബിയ എന്ന് പറയും. അങ്ങനെയാണ്, അത് വലിയൊരു കാറ്റഗറി തന്നെയാണ്. ഫോബിയ, ആങ്സൈറ്റി, അതിൽ തന്നെ വരുന്നതാണ് OCD ഒക്കെ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹായ് മാം, എന്റെ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. നെയിം ഞാനിവിടെ പറയുന്നില്ല. ഞങ്ങൾക്ക് ഒരു മോനാണ് ഉള്ളത്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തികളും എൻ്റെ മോൻ കണ്ട് മിമിക് ചെയ്യുന്ന ക്യാരക്ടർ ആണ്. അതായത് ക്യാരക്ടർ ഉൾപ്പെടെ ദേഷ്യം, പിണക്കം എക്സെട്ര ബ്രേക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ മകൻ മിമിക് ചെയ്യുന്നു. ഇത് കൂടുതൽ പ്രശ്നമാവുമോ? മകൻ ഇപ്പോൾ 5 വയസ്സുണ്ട്. ഇത് നോർമൽ ആണോ? ഇതില് നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, പാരന്റ്സ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും കുട്ടികള് ഒബ്സർവ് ചെയ്താൽ അവരും അതായത് നമ്മൾ പറയാ പാരന്റിങ്ങിന് വലിയൊരു റോളുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഒരു ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ കാരണം അവരുടെ ഒബ്സർവേഷൻസ്, അവരുടെ പാരന്റ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താണ് കുറച്ചുകൂടെ നല്ലത്. അതായത് ഇപ്പൊ പറയില്ല, ഇപ്പൊ നമ്മൾ ചില കുട്ടികള് ഒബ്സർവേഷണൽ സ്കിൽസ് കൂടുതലായിരിക്കും. അതായത് അവരുടെ പാരന്റ്സ് ചിലപ്പോൾ അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരെ വളർത്തുന്നത്. പക്ഷെ ചില പാരന്റ്സ് അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത കുട്ടികളിൽ ചിലപ്പോൾ ആ ഒരു ഒബ്സർവേഷണൽ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾ അതല്ലാതെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ഇതിൽ മെയിൻ ആയിട്ട് ഒരു പാരന്റിങ്ങിന്റെ ഫാക്ടേഴ്സ് ആണ്. പാരന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഒബ്സർവ് ചെയ്യും ആ ഒരു ഏജിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നിന്നും മാറി നിന്നുകൊണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനോ ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ 5 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പൊ ദേഷ്യം പിണക്കൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വെച്ചിട്ട് അത് ഭാവിയിൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെതായ രീതിയിൽ കുട്ടിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ അറിയണല്ലോ. ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വാശി അവൻ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ, അവനിപ്പോ ഒരു എന്താ പറയാ സ്റ്റബേൺ ആയിട്ട് എനിക്കൊരു ടോയ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാശി പിടിക്കുന്നതിനനുസരിച്ച് അവനിക്ക് അവന്റെ ആ മെറ്റീരിയൽ കിട്ടും എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഒരു റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവൻ ഭാവിയിൽ എല്ലാ കാര്യത്തിനും വാശി പിടിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അവിടെ കുട്ടിക്ക് നമ്മൾ അഫോർഡബിൾ ആകുന്ന സാധനം എന്താണ്, ആകാത്തത് എന്താന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. എസ്പെഷ്യലി ഇവിടെ പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്കില്ലാണ്. ഓക്കെ, അത് പക്ഷെ എല്ലാവരും ഒരുപോലെയൊക്കെ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കുട്ടീനെ തന്നെ വാർത്തെടുക്കാൻ പറ്റും രീതിയിലേക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഈ സെഷന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം.